അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാളെ എന്നുപ്പത് അപ്പം ദോശയും പുട്ടൊക്കെ തിന്ന് മടുത്തോലാണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പുതിയൊരു മോഡൽ ചായക്കടി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ രാവിലക്കത്തെ ചായക്കടിക്ക് അധികം ആൾക്കാർക്കും എന്തെങ്കിലും ഒരു കറി വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇമ്മാതിരി ചായക്കടിയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിന്നെ അതിക്ക് ഒരു കറിൻ്റെ ആവശ്യമൊന്നും ഇല്ലേനും. എന്നാൽ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ മടില്ലാത്തവർക്ക് വല്ല സാമ്പാറോ ചട്നിയോ ഒക്കെ കൂട്ടി തിന്നാന്ന് വെച്ചാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അമ്മാതിരി ഒരു കടിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനാണെങ്കിലും തന്നെ നമുക്ക് തോന സാധനമൊന്നും വേണ്ടി വരും. നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ മതിയേനും. അപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇത് തിന്നാനേ. അപ്പോൾ നോക്കാൻ തന്നെയാളെ നമ്മളിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിമലും കൂടി നിങ്ങളൊന്ന് തൊട്ടും കൊടുക്കിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാമല്ലോ. പിന്നെ പൈമക്ക് അങ്ങനെ ലൈക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിമലും കൂടി നിങ്ങളൊന്നാം തൊട്ട് കൊടുത്താലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കും ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വേഗം നമ്മളെ ചായക്കടി ഉണ്ടാക്കുക. നമ്മൾ ഈ ചായക്കടി ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി എടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് ഉഴുന്നും കൂടി ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെ കണക്ക് ഇപ്പോൾ എത്രയാണെന്ന് കണക്കാക്കുക വെച്ചാൽ നമുക്ക് 1 കപ്പ് അരി എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് ഉഴുന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് പച്ചരിയൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ അതിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണക്കിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ട് നല്ലോണം കേകി എടുക്കും ചേച്ചാ. അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം കേകി എടുത്തുക്കണ്. അപ്പോൾ ഇനി നമ്മളിത് കേകൂലേ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലോണം കേൾക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിക്ക് കുറച്ച് വെള്ളവും പറഞ്ഞിച്ച് കാണ്ട് നമുക്കിത് കുറച്ച് നേരം പൊതരാൻ വേണ്ടി എടുത്തേക്കണം. അപ്പോൾ നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും ഇപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണേ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം തന്നെ കൂട്ടിക്കാണ്ട് നരക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്ന് മൂടി വെച്ച് കാണ്ടേ ഒരു 3-4 മണിക്കൂർ അവിടെ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിക്കണ്. അപ്പം നമ്മളെ ഉഴുന്നും അരിയും ഒക്കെ ഇപ്പം നല്ലോണം കുതിർന്ന് വന്നും ചെയ്തിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ കപ്പിക്കാണ് ഇട്ട് കൊടുക്കണം. അപ്പം ഇനി നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ പാർന്നു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളം കൊണ്ടേ ഒക്കെ പാട് അരക്കൊന്നും വേണ്ട കേട്ടോ. അതിന് നമുക്ക് അരക്കാൻ പാകത്തിന് വെള്ളം എടുത്തുകാണ്ട് ബാക്കിയൊന്നും കളഞ്ഞാൽ മതി. ഈ അരിയും ഉഴുന്നും ഒക്കെ പാടൊന്നും മുങ്ങി കിടക്കാനുള്ള വെള്ളം ഉണ്ടായാൽ മതി. ഇനി നമുക്ക് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തുക്കണ്. ഇനി നമുക്കിത് ഇമാതിരി ഒരു പാത്രത്തിക്കാണ് പാർന്നു കൊടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് നല്ല കട്ടിയിലാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇഡ്ഡലിൻ്റെ ഒക്കെ ഒരു പാകത്തിനാണല്ലോ ഉള്ളത്. നമുക്ക് ദോശയൊക്കെ ചുടുന്ന മാവിൻ്റെ ആ ഒരു പാകം ഉണ്ടല്ലോ, അപ്പോൾ അതിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി വെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട് ഇതിക്ക് തന്നെ. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഏറിപ്പോകും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഇത് വേണ്ടതേ. നോക്കുകയാണ് ഇന്നയാളെ നിങ്ങളിത് ഈ ഒരു പാകത്തിനാണ് ഇപ്പോൾ നമ്മളെ മാവ് വേണ്ടത്, നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ പാകത്തിന്. ഇനിയിപ്പോൾ നമുക്കിതേ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ മാവ് നമ്മൾ ഉണ്ടാക്കി വെക്കൂലേ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം നല്ലോണം എടുത്തേക്കണം. അപ്പം ഒരു 8 മണിക്കൂറൊക്കെ എടുത്തേക്കണം. അപ്പോൾ ഇതേ അപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കടിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് തലേന്ന് അന്തിക്കണ അരച്ചാൽ മതി. എന്നാൽ പാകത്തിന് നേരം വെളുക്കുമ്പോഴത്തേന് ശരിയായി കിട്ടും ചെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ കാട്ടൽ. രാവിലെ ചൂടാൻ തലേന്ന് അന്തിക്കണ അരച്ചേക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ നല്ല ഉഷാറായിട്ടും വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതേ തലേന്ന് അരച്ച് വെച്ചത് നമുക്ക് പിറ്റേന്നാണ് ആയപ്പത്തിന് നല്ലോണം പൊന്തി വന്നും ചെയ്തിക്കണ്. ഇഡ്ഡലിൻ്റെ മാവൊക്കെ പൊങ്ങി വരുമ്പോലെ നമുക്ക് നല്ലോണം പൊന്തി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. ഇനി നമ്മൾ ആ ചട്ടിയൊക്കെ ഒന്നാണ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എത്ര ഉള്ളത് വെച്ചാൽ ലേസം പാർന്നു കൊടുക്കുക. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി നരിഞ്ഞങ്ങാണ്ട് അതും ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതാക്കി കുത്തിയരിഞ്ഞത് അതും ലേസം ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു കറിവേപ്പിൻ്റെയും കൂടി ഒന്നാണ് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അതും ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അതും ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ചെറിയ കുട്ടികളിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് മുളക് അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് ഏതായാലും മുളകും പൊടി ഇടുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളെ മട്ടൻ പോലെയൊക്കെയാണ് കാട്ടിക്കോളിപ്പോൾ അത്. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്നാണ് വാട്ടിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്നാണ് മാറുന്ന വരെ ഒന്നാണ് വാട്ടിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒന്നാണ് വാടിക്കാണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്നാണ് മാറിയിരിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി എടുത്തുകാണ്ട് ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതും കൂടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഒന്നായിട്ട് ആ ബ്രൗൺ നിറം ആഗോളം വാട്ടിയെടുക്കുകയൊന്നും വേണ്ടേ. പിന്നെ ഒന്നങ്ങോട്ട് വാടി കിട്ടിയാൽ തന്നെ മതി.
അപ്പോൾ അങ്ങനെ നമ്മളെ ഉള്ളി നല്ലോണം വാടിയിക്കണ്. അപ്പോൾ ഈ ഒരു കോലത്തിലായാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകും പൊടിയൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവ് പറ്റാത്തവർ പിന്നെ തോനെ ഇട്ട് കൊടുക്കൊന്നും വേണ്ടേ. അതൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഉപ്പും മുളകും ഒക്കെ. അപ്പോൾ ചിലർക്ക് പിന്നെ നല്ലോണം വേണ്ടി വരും, ചിലർക്ക് പിന്നെ തോനെ പറ്റൂല എരിവ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അതും കൂടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പച്ചക്കറിയൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യേ. ഇനിയിപ്പോൾ ബീട്രൂട്ട് കണ്ടോൽക്ക് ബീട്രൂട്ട് ഇടുക, ബീൻസ് ഇടണോൽക്ക് ഇടുക, അതൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കാട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി വേണം. മല്ലിച്ചപ്പിൻ്റെ ഇല പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നോ, മല്ലിയില ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ട് നമുക്കൊന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തുകാണ്ടേ ഇനി നമുക്ക് നമ്മളെ തിരിച്ചൊന്നാണ് കിടത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി കാത്തുത്തിരിക്കൊന്നും വേണ്ടേ. ഇത് ഇനി നമ്മളെ മാവുക്കാണ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചപ്പോഴോ അല്ലെങ്കിൽ മാവുക്കും മസാലയ്ക്കും ഒന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കണ്ടുകാണ്ട് പാകത്തിന് ലേശം ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ ഉപ്പൊക്കെ മാവിൻ്റെ എല്ലായിടത്തും എത്തുന്ന കോലത്തിൽ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മളെ പനിയാരം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കണു. ഇനി നമുക്കിതൊന്നാണ് ചുട്ടെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഇത് ചുടുന്നത് ഇമാതിരി കുജ്ജപ്പച്ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ കുജ്ജപ്പച്ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ണിയപ്പം ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ ഇമാതിരി ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ചുടുന്ന മാതിരി ചുട്ടെടുക്കാൻ തന്നെ പറ്റൂതേ. അപ്പോൾ ഇങ്ങനത്തെ ചട്ടി ഇല്ലയെന്ന് വെച്ചാൽ അങ്ങനെയും തന്നെ ചുട്ടെടുക്കുക. എങ്ങനെ ആയാലും ഇപ്പം നമ്മളെ മാവ് ഉസാറ് തന്നെയാണ്. ഇങ്ങനെ ചുട്ടെടുത്താലും ഇപ്പം അത് നല്ല ഉസാറ് തന്നെയാണ്. കാണുമ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാവും തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നിറച്ച എണ്ണയൊന്നും പാർന്നു കൊടുക്കണ്ട. നമുക്കിതിൻ്റെ പകുതി ലേസിച്ച് ഓയിൽ പാർന്നു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഇതിലേക്ക് എണ്ണയൊക്കെ പാർന്നു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചീച്ച എടുത്തുകാണ് ഇങ്ങനെ പാർന്നു കൊടുക്കണം. അപ്പോൾ നമ്മളെ കുജ്ജ് നിറച്ചൊന്നും പാർന്നു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാകത്തിന് പാർന്നു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തിരിച്ചൊരു പാകത്തിന് തിജിൽ വെക്കുക. പറ്റ കുറച്ചും വെക്കണ്ട, എന്നാൽ തിജ് പറ്റ കൂട്ടിയും വെക്കണ്ട. അപ്പോൾ ഒരു പാകത്തെ തിജിൽ വെച്ച് കാണാണ് ഇപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് മാവൊക്കെ പാർന്നു കൊടുത്തിക്കണം. ഇനി ഒന്നാണ് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്നാണ് കാത്തിക്കുക. ഇങ്ങോട്ട് നമുക്ക് ഇതൊന്നാണ് വെന്ത് വന്നാൽ ഇതിൻ്റെ ഭാഗം തിരിച്ചൊന്നാണ് ഇട്ടുകൊടുക്കും വേണം. അപ്പോൾ തോനെ നേരം കാത്തിക്കാനൊന്നുമില്ലേ, ഒരു 1.5 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് നല്ലോണം വെന്ത് വരുവേ. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നു. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴും തന്നെ 1 മിനിറ്റ് നേരം ആകുമ്പോൾ തന്നെ അത് വേകുവേ, തോനെ നേരമൊന്നും വേവാനില്ലേ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്നാണ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്കാണ് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മളെ കുജ്ജപ്പൻ ചട്ടിക്ക് തോനെ കുജ്ജുള്ളതുകൊണ്ട് തോനെ നേരം നമുക്ക് ചുട്ടെടുക്കാനൊന്നുമില്ലേ, വേഗം കജ്ജും പണി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകാണ്ട് നമുക്കിതൊക്കെ പൊരിച്ച് കോരിയെടുക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ പഞ്ഞി പോലെയുള്ള പനിയാരം ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കണു. കണ്ടിലെണ്ണിയാളെ നിങ്ങളിപ്പോൾ ഇത് ഇതൊന്നും വേണമെങ്കിൽ നമ്മളൊന്ന് പൊളിച്ച് കാട്ടിത്തരാം. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണും ചെയ്യാലോ നിങ്ങൾക്ക്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നല്ലോണം ഉസാറായിട്ട് നമുക്കിത് കിട്ടിയിരിക്കണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് പഞ്ഞി പോലെ കിട്ടിയിരിക്കണു. അപ്പം നല്ല രസമാണ് ഇപ്പോൾ ഇത് തിന്നാനേ. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കിക്കാണ് നമുക്ക് ബാക്കിയാകണം നേരത്ത് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ പിന്നെ നമുക്ക് തോനെ പണിയിടൊന്നും വേണ്ടല്ലോ. ഇഡ്ഡലിക്ക് മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് തോനെ നീട്ടിണ്ടാക്കിയാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ് നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിച്ചില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയ പനിയാരം ഇഷ്ടപ്പെട്ടുക്കണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരും കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകണെന്ന് വെച്ചാൽ ഒന്നും സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.